ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മത്തുള്ളാ ഖാസിമി മൂത്താടം. പലപ്പോഴും പൊട്ടത്തരമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരാറില്ല. ചിലപ്പോഴൊക്കെ അദ്ദേഹം നല്ല കാര്യങ്ങൾ പറയാറുണ്ട്, അതിനെ അനുകൂലിക്കാറുമുണ്ട്. എന്നാൽ മിക്കവാറും സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പൊട്ടത്തരം മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ് കഴിഞ്ഞ ദിവസം ബുഖാരി ഇമാമിന് തെറ്റുപറ്റിയിരിക്കുന്നു, ബുഖാരിയിൽ ഒരുപാട് തെറ്റുകളുണ്ട്, അത് തിരുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ന്യായവാദം. യഥാർത്ഥത്തിൽ ബുഖാരി ഇമാമ് ഓരോ ഹദീസും രേഖപ്പെടുത്തി വെക്കുന്നത് തന്നെ, അത് ക്രോഡീകരിക്കുന്നത് തന്നെ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് 100% സത്യസന്ധമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്. മാത്രവുമല്ല, അദ്ദേഹം സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടാണ് ഓരോ ഹദീസുകളും രേഖപ്പെടുത്തി വെച്ചത് എന്ന് നമുക്ക് കാണാം. അങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി എഴുതിയ ബുഖാരിയിൽ ഒരുപാട് തെറ്റുകളുണ്ടെന്ന് തട്ടിവിടലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മുൻകാലത്ത് എഴുതി വെച്ചത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്? തിരുത്തുന്നതിൽ എന്താണ്? ഇതല്ലേ സത്യം? ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഴിക്കപ്പെട്ടാലും വേണ്ടില്ല, ബുഖാരി അത് ശരിയാക്കണം. അത് ഇവിടുത്തെ ന്യായമാണ്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബുഖാരി തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ പലതും നമുക്ക് തെറ്റാന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ തെറ്റ് ശരിയെന്ന് പറയല്ല, തെറ്റിലേക്ക് ഇനിയും നമ്മൾക്ക് ചർച്ച നടത്തിയിട്ട് കണ്ടെത്തിയ ഒരു വസ്തുത കണ്ടെത്തിയാൽ ബുഖാരി നബി അല്ലല്ലോ, ശംസുല്ലമ അല്ലെങ്കിൽ ബുഖാരി അല്ലെങ്കിൽ മഖ്ദൂം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാവുന്നതിന് എന്താ പ്രശ്നം? മഖ്ദൂം നബിയാണ്? മഖ്ദൂം നബി അല്ലല്ലോ. പിന്നെ എന്താ പറയുക, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായാൽ എന്താ പ്രശ്നം? വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നൊരു 1,24,001 നബി ഉണ്ടോ? അതില്ലല്ലോ. അവർക്കൊക്കെ തെറ്റ് പറ്റാലോ. ഷാഫി ഇമാമ പറഞ്ഞതിൽ ഒന്ന് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണ്? നബി അല്ലല്ലോ. ഫീകുൽ ഇമാം മാലിക്കിന്റെ ഒരു വാക്കുണ്ട്, ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ. മുത്ത റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഈ വാക്ക് പറയുന്നത്, ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ. ആര് പറഞ്ഞതിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും. ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ. ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല, തള്ളപ്പെടേണ്ടതില്ല, സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ. അപ്പൊ ആത്യന്തികമായി സിദ്ദീഖുൽ അക്ബർ പേച്ചത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടല്ലോ. സിദ്ദീഖുൽ അക്ബർ ഖുർആനെ പുസ്തകത്തിലാക്കരുത് എന്ന വാശിക്കാരനായിരുന്നു. ഉമർ പറഞ്ഞു നിർബന്ധമായും ആക്കണം. പിന്നീട് സിദ്ദീഖിന് ബോധ്യപ്പെട്ടു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞു പേച്ചു പോയി. സിദ്ദീഖിന് പേച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ മദ്രസ ബുക്കിൽ പേക്കുന്നതിന് എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? തിരുത്തുന്നിടത്ത് നമുക്ക് നന്മയുള്ളൂ. എന്തുകൊണ്ട്? നമ്മൾ ധരിച്ചതിന് അപ്പുറത്തേരുന്ന സത്യം, ഇതാണ് വസ്തുത. എന്താ പ്രശ്നങ്ങൾ? ഒന്നല്ലല്ലോ, ഒന്നിരിക്കൽ വിവാഹപ്രായം മദ്രസ. ഇത് യഥാർത്ഥത്തിൽ ചേകന്നൂരിയുടെയും മുജാഹിദ് വിഭാഗത്തിലെ മർക്കസ് ദഅവ വിഭാഗത്തിന്റെയും വാദമാണ്. അതുകൊണ്ടാണ് റഹ്മത്തുള്ളാ ഖാസിമി മുത്താടം ചേകന്നൂരി എന്ന് ആരോ വിളിച്ചത്, മർക്കസ് ദഅവ എന്ന് മറ്റാരോ വിളിച്ചിട്ടുള്ളത്. എന്നെ ചേകനാണ്, നിങ്ങൾ കുടുങ്ങും. എല്ലാ പിഴവുകൾ സംഭവിക്കും, മറവികൾ സംഭവിക്കും. അത് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതുക പോലുമില്ല എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇതൊന്നും അല്ലല്ലോ, ഞാനൊരു നാടൻ മൂല്യരല്ലേ.
അബദ്ധം പറ്റൂലേ? പറ്റിയിട്ടുണ്ട്. 100% അബദ്ധമാണ് പറഞ്ഞത്. അത് സ്ഖലിതമാണ്, അത് എഡിറ്റ് ചെയ്യാതെ വന്നുപോയതാണ്, അബദ്ധമാണ്. അബദ്ധങ്ങൾ പറയുമ്പോൾ ഓർക്കണമായിരുന്നു. ചോദിക്കേണ്ട ഒരു ബാധ്യതയല്ലേ? കുത്താനുള്ള അവസരം ഉപയോഗപ്പെടുത്തണോ വേണ്ടത്? ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളല്ലേ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ. എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വർഷം, ഈ കഴിഞ്ഞ 2024 ഹാലോവിൻ ഡേയിൽ ഒക്ടോബർ 31 ലോകം മുഴുവനും പിശാചിന്റെ ദിവസമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ഹാലോവിൻ ഡേ. ആ ദിവസം 2024 ഹാലോവിൻ ഡേയിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ എനിക്കെതിരെ കോഴിക്കോട്ടെ ഒരു ഹാളിൽ, ആ ആളിനെ കുറ്റം പറയുന്നില്ല, ആ ആളിനെ കുറ്റം പറയാൻ ഞാൻ ആളല്ല, എനിക്കെതിരെ ഉറഞ്ഞു തുള്ളി. പിശാചിന്റെ ദിവസം, പിശാചിന്റെ ദിവസം തന്നെയാണ് ഉറഞ്ഞു തുള്ളിയത്. ഇപ്പൊ വീണ്ടും അവർ ഉറഞ്ഞു തുള്ളി. എന്തതിന്റെ അർത്ഥം? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കറിയാലോ ഞാൻ സുന്നിയാണ്, ഞാൻ 100% സുന്നിയാണ്. അത് സ്വാഭാവികമായും ചില വാക്കുകൾ അവിചാരിതമായി എന്നിൽ നിന്ന് ഏറിപ്പോവും. പിന്നീട് ഞാൻ അതിൽ ഖേദപ്രകടനം നടത്തും. ഞാൻ നിങ്ങളോട് പറയട്ടെ ജനങ്ങളെ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇയാൾ ചേകനൂരാണ്, ഇയാൾ ഖാദിയാനിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുള്ളിയല്ലോ. നിങ്ങൾ തുള്ളേണ്ടത് ഇതിലൊന്നും ആയിരുന്നില്ല. ഞാൻ മലയാളക്കര കണ്ടതിൽ ഏറ്റവും വലിയ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഏറ്റവും അപകടകരമായ സ്റ്റേറ്റ്മെന്റ്. അത് 2 പക്ഷത്താണെങ്കിലും അപകടകരമാണ്. ഞാൻ ആരോപിച്ച സൈഡിലാണ് അത് യാഥാർത്ഥ്യമെങ്കിൽ ഏറ്റവും അപകടകരമാണ്. എന്റെ സൈഡിലാണ് അബദ്ധമെങ്കിൽ അതും അപകടകരമാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല. നിങ്ങൾ ഒരാൾ വേണ്ടിയില്ല. താങ്കളെ ചേകനൂരിയാക്കിയപ്പോൾ, താങ്കളെ മർക്കസുദ്ദാവക്കാരനാക്കിയപ്പോൾ താങ്കൾക്ക് പൊള്ളിയെങ്കിൽ അതിനു മുമ്പ് ശൈത്വാനുൽ ഉലമ എന്നൊക്കെ ശൈഖുന കാന്തപുരം ഉസ്താദിനെ വിളിച്ചത് താങ്കളെ ഓർക്കുന്നത് നന്നായിരുന്നു. പേരോട് ഉസ്താദ് താങ്കളെ തിരുത്തിയപ്പോൾ താങ്കൾ പേരോട് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കണമായിരുന്നു. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ബുഖാരിയിലെ ഹദീസിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരുത്താൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം തിരുത്തി. എന്നാൽ ആ തിരുത്തിയതിലും വേണം ഒരു തിരുത്ത്. ആ തിരുത്തേണ്ട ഭാഗം നമുക്കൊന്ന് കേട്ടുനോക്കാം. അതേ സമയത്ത് ഒരു ചാനലിൽ ഒരു സാധാരണ അതേ സമയത്ത് ഒരു ചാനലിൽ ചോദ്യത്തിന് മറുപടി പറയവേ ഇമാം ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ എന്ന വാക്ക് അദബുകേടാണ്. ഒരു അദബുകേടായി, ഒരു സ്ഖലിതം എന്ന നിലയിൽ എന്റെ ഭാഗത്ത് വന്നതാണ്. ഒരു സാധാരണക്കാരന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ മാത്രമുള്ള സ്ഖലിതം വരണമെങ്കിൽ അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാതെ ഒരു സ്ഖലിതം ഇങ്ങനെ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ 100% സുന്നിയ ഒരാളാണ്. 100% സുന്നിയാണ്. ഞാൻ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം, പറയുമ്പോഴും നിങ്ങൾക്കറിയാം ഞാൻ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം ഞാൻ ഖാദിയാനിയല്ല. നിങ്ങൾക്കിതൊക്കെ അറിയാം. 100% സുന്നിയല്ല എന്നതുകൊണ്ടാണ് അവിടെ സ്ഖലിതം വന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ എന്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും എതിരായി ചർച്ചയായി വന്നിട്ടുണ്ട്. കേരളത്തിൽ പല ചർച്ചയും വന്നിട്ടുണ്ട്. 10-26 കൊല്ലായി രാവും പകലും പ്രസംഗിക്കുന്നു. 10,000-കണക്കിന് പ്രസംഗങ്ങളുണ്ട്. യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് 10,000-കണക്കിന് ഭാഷണങ്ങൾ. അബദ്ധങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ചർച്ചയായിട്ടുണ്ട്. റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞത് അബദ്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പണ്ഡിതന്മാരുടെ കടമയാണ്. അതേ പുരസ്കരിച്ച് ചില പദപ്രയോഗങ്ങൾ, അതിര് വിട്ടുപോകുന്ന പദപ്രയോഗങ്ങൾ അറിയാതെ എന്നിൽ നിന്ന് വന്നുപോകും. ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞത് കേവലം ഒരു സ്ഖലിതമായി കാണാൻ കഴിയില്ല. റഹ്മത്തുള്ള ഖാസിമി താങ്കളുടെ ആശയ വൈകല്യങ്ങളാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് ഖേദപ്രകടനം നടത്തും. അത് മനുഷ്യർ വേണ്ട സ്ഖലിതങ്ങളാണ്. ചേകനൂരാന്ന് പറയുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, ഒരു ചാനലിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇത് സ്ഖലിതങ്ങളായി വന്നുപോയതാണ്, അബദ്ധങ്ങൾ. എന്താ സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റിക്കൂടെ? എന്താ ഉമർ ഖത്താബിന് തെറ്റുപറ്റിക്കൂടെ? എന്താ ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ? ഇതൊക്കെ എന്റെ വന്നുപോയ അബദ്ധങ്ങളാണ്. അത് അബദ്ധമായി, അതായത് അദബ് കെട്ട വാക്കുകൾ. ആശയ വൈകല്യങ്ങൾ സംഭവിച്ച വഹാബികളും പറയുന്നത് അബദ്ധങ്ങൾ തന്നെയാണ്. പലപ്പോഴും അബദ്ധങ്ങളാണെന്ന് അവർ തുറന്നു പറയാറുണ്ട്. ആ അബദ്ധങ്ങൾ അവർ ഇന്ന് വരെ തിരുത്തിയത് കാണുന്നില്ല. അതുപോലെ തന്നെയാണ്
താങ്കളുടെയും അവസ്ഥ അത് വെറും സ്ഖലിതമല്ല, താങ്കളത് തിരുത്തിയിട്ടുമില്ല. വസ്തുത സത്യാണ്. അതേ സമയത്ത് അത് അദബ് വാക്കാണ്, ഒരിക്കലും പറയാൻ പാടില്ല. അത് എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ടാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ആ ചാനലുകാർ തന്നെ എന്നോട് പറയുകയും ചെയ്തതാണ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ എനിക്ക് അയച്ചുതരുകയും ചെയ്തു. പക്ഷെ എൻ്റെ തിരക്ക് കാരണം അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, അപ്പൊ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരങ്ങനത്തെ പ്രസിദ്ധീകരിച്ചു, അവർ കുറ്റക്കാരും അല്ല. കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നത്, അത് വസ്തുത തന്നെയാണ്. ഞാൻ പറഞ്ഞത് കളവൊന്നുമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ബുഖാരി ഇമാമിനും തുടങ്ങിയിട്ടുള്ള ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഞാൻ പറഞ്ഞത് കളവോ അതിൽ അബദ്ധമോ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ആരോ തിരുത്താൻ പറഞ്ഞു, അപ്പോൾ എനിക്കൊരു അദബകേട് പറ്റി, അത് ഞാൻ തിരുത്തുന്നു എന്നാണ് റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞത്. ഇത് തന്നെയാണ് വഹാബികളും പറയുന്നത്. സ്വഹാബാക്കൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇമാമിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വഹാബികൾ പറയുന്നു. റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം സ്വഹാബാക്കൾ വരെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇത് മൂത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ്, അതിൽ കളവൊന്നുമില്ല. പക്ഷേ അങ്ങനെ അബദ്ധം സംഭവിച്ചു എന്ന് പറയൽ അദബകേടാണെന്ന് പറഞ്ഞ് തടി തപ്പാൻ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ ജീവിതം ഇനിയും ബാക്കി. അല്ലെങ്കിൽ അത് വസ്തുതയല്ല, താൻ പറഞ്ഞത് കളവാണെന്ന് റഹ്മത്തുള്ളാഹി ഖാസിമി പറയാൻ തയ്യാറാവണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതേ സമയത്ത് നിങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞാൻ ചേകനൂരാണ്, കുത്താൻ പറ്റുന്ന അവസരം ഉപയോഗപ്പെടുത്തരുത്. ഒരു സുന്നിയായ ഒരു ബനൽ അമീറുൽ മദീന എന്ന് പറഞ്ഞാൽ അതൊരു മജാസിയായ വാക്കാണ്. അമീറാണ് പട്ടണം ഉണ്ടാക്കിയത്, മജാസിയായ വാക്കാണ്. അതൊരു മുവഹിദിൽ നിന്നുണ്ടായാൽ അമ്പത്ത റബീഉൽ ബഖല, വസന്തം ചെടിയെ ഉണ്ടാക്കി എന്നൊരു മുവഹിദായ മനുഷ്യൻ പറയുമ്പോൾ അതൊരു മജാസിയായ വാക്കാണ്. അത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. അതിന് 100% സുന്നിയായ മനുഷ്യനായി ഇത് പറയുന്നത്. അപ്പോൾ വാക്കിൽ വന്ന സ്ഖലിതമാകാം. എനിക്കെതിരെ നിങ്ങൾ ചേകനൂരും കാദിയാനും ആരോപിക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് എന്നോടൊന്ന് വിളിച്ചു ചോദിക്കണം. ആ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ, ഒരു സുന്നി പ്രഭാഷകനായ നല്ല മനുഷ്യൻ എന്നോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു വാക്ക് കേൾക്കുന്നുണ്ടല്ലേ, എന്ത് പറ്റിപ്പോയതാണ്? അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, അതിൽ സ്ഖലിതം വന്നുപോയതാണ്, ഡേറ്റാസ് പറയുന്ന സന്ദർഭത്തിൽ അറിയാതെ വന്നു പോയതാണ്, എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിനെപ്പറ്റി ചർച്ചയില്ല, അതൊന്ന് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഖേദപ്രകടനം നടത്തണമേ എന്ന് അദ്ദേഹം, നല്ല മനുഷ്യൻ, ഞാൻ അവരെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പിന്നീട് ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തും. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.